കൂട്ടുകെട്ട് അങ്ങനെ കുറക്കാതെ ഒന്നുമല്ല. മുണ്ടല് ഇപ്പൊ പുറത്തിറങ്ങണില്ല, പണിക്ക് പോവുക, വീട്ടിക്ക് വരിക. അൽഹംദുലില്ലാ റാഹത്താണ്, സന്തോഷാണ്. അല്ലാഹു അസ്സലാമു അലൈക്കും. മുസ്തഫ കോട്ടക്കലാണ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൂറ ഹബീബെ ഹാമിദ് ആറ്റക്കോയ തങ്ങളെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ ഈയിടെ കേൾക്കാനിടയായി. പക്ഷേ ജനങ്ങൾ ഒന്നടങ്കം അദ്ദേഹം എവിടെയുള്ളത്, അദ്ദേഹം ഉള്ള സ്ഥലത്തേക്ക് ഓടിപ്പാഞ്ഞു കയറുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജനങ്ങൾ തിങ്ങി നിറയുകയാണ്. പക്ഷേ പല ആളുകൾക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് ചില വ്യക്തികൾക്ക് നമ്മളോട് ചിലത് തുറന്നു പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. ഇവർക്ക് എന്താണ് പറയാനുള്ളത് ഇവർ നിങ്ങളോട് തുറന്നു പറയുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വലാത്തുൽ ഫാത്തിഹ ഒരു നിഅമത്താ. അത് എവിടെ ചൊല്ലുന്നുണ്ട് അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ ഇറക്കി തരും. ഒരു കുഞ്ഞു പെങ്ങൾ അല്ലാഹു ബർക്കത്ത്. എവിടെ സ്ഥലം? തിരൂരിലെ. തങ്ങളേക്ക് വന്നിരുന്നു. എന്തിനാ വന്നത്? എന്തിനാ കൊടുക്കാതെ വന്നേ? മകന് കൂട്ടുകെട്ടിപ്പെട്ടി ഭയങ്കര വിഷമില്ല, കച്ചറായിരുന്നു, പണിക്കൊന്നും പോവില്ല, ഭയങ്കര പ്രശ്നമില്ല, വീട്ടിൽ നിൽക്കൂല, പുറത്തന്നെ. അങ്ങനെയാണ് തങ്ങളെത്ത് വന്നില്ല. തങ്ങൾക്ക് എന്താ പറഞ്ഞേ? ശരിയായിക്കോന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ അവസ്ഥ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, പണിക്ക് പോകും, എന്നും കച്ചറേന്നു, പ്രശ്നേന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ കച്ചറ കൂട്ടുകെട്ട് അങ്ങനെ കൊടുക്കാതെ ഒന്നുമല്ല. മുണ്ടല് ഇപ്പൊ പുറത്തിറങ്ങണില്ല, പണിക്ക് പോവുക, വീട്ടിക്ക് വരിക. അൽഹംദുലില്ലാ റാഹത്താണ്, സന്തോഷാണ്. അല്ലാഹു കൽബിരി അല്ലാഹു നന്നായി കൊടുക്കട്ടെ. കുടുംബം നോക്കി സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. സ്വലാത്തിന്റെ പവറാട്ടോ, എന്റെ കറാമത്തല്ല. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള കൊടുക്കട്ടെ. ഇനി ഒരു വിഷമം തരാതെക്കട്ടെ. എന്താ വെച്ചാല് രണ്ടാം ജന്മം എന്നൊക്കെ പറയില്ലേ മനുഷ്യന്മാർക്ക്, ലോറി കയറി ഇറങ്ങിയത്. അല്ലാഹു ഇനി അങ്ങനത്തെ അവസ്ഥ കൊടുക്കാതെ എന്ത് അങ്ങനെ ഇഷ്ടപ്പെട്ടതാ. ഇനി ദർശനം പോണ്ട. അതിന് പറയാൻ വേണ്ടിയാ കേട്ടോളി. ഈ ഉമ്മയുടെ മകള് ഒരു അവിഹിത ബന്ധവുമായിട്ട് 3 വർഷമായി വളരെ വിഷമത്തിലിരുന്നു. 3 വർഷമായി അവിഹിത ബന്ധം. അപ്പൊ അത് ഇവർക്ക് ഇഷ്ടമില്ല, ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമില്ലാത്ത അവിഹിത ബന്ധത്തിൽ നിന്നും വേർപെട്ട് പോരാൻ വേണ്ടി നമ്മളെ തങ്ങളെ ഉപ്പാടുത്ത് വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ആ ബന്ധം എത്രയും പെട്ടെന്ന് രണ്ടും രണ്ടോടത്താവുന്ന പറഞ്ഞ പോലെ തന്നെ. അവർ 2 നേരം മജ്‌ലിസിൽ വന്നിരിക്കുന്ന ആളുകളാണ്. യതീമക്കൾക്ക് നീർച്ചയാക്കുകയും ചെയ്തിരുന്നു. തങ്ങളുപ്പാന്റെ അടുത്ത് വന്നപ്പോൾ തങ്ങളുപ്പ അങ്ങനെ വിഷയം പറഞ്ഞു, അത് വേർപെട്ട് പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ആ 3 കൊല്ലമായിട്ടുള്ളതായ ആ ബന്ധം വേർപെട്ടു എന്ന സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ്. അവർ നിയ്യത്ത് ചെയ്തതായ സ്വർണ്ണമോതിരം യതീമക്കൾക്ക് വേണ്ടി അവർ കൊണ്ടു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും ഇതാരാണോ അണിയുന്നതെങ്കിൽ ആ യതീമക്കളിൽ നിന്നുള്ള ദുആ അല്ലാഹു അവർക്ക് എപ്പോഴും കൊടുക്കുമാറാവട്ടെ. ആ മകൾക്ക് ഇനി അങ്ങനത്തെ ഒരു ബുദ്ധി കൊടുക്കാതിരിക്കട്ടെ. മാത്രമല്ല ഈ ഫദലിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് മോൾക്ക് ഒരു കല്യാണവും ശരിയായി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ആ മോളുടെ നിക്കാഹ് കഴിയുകയും ചെയ്തു. സന്തോഷായി. മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതത്തിൽ മരണം വരെ ആ ജീവിതവുമായി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. മാത്രമല്ല തങ്ങളിപ്പോ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞത് അവിടെ എത്തി നോക്കണം നിങ്ങൾ. അതാണ് അവിടുത്തെ നാവിന്റെ അസർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ തങ്ങൾക്കുപ്പാക്ക്
ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മൾക്ക് എന്നും ഒരു അത്താണിയായി നമ്മളുടെ കൂടെ കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. ഈ മജ്ലിസിനെ അല്ലാഹു ഉയർത്തട്ടെ. ഇതാണ് സലാത്തുൽ ഫാത്തിഹന്റെ ഫദ്ൽ എന്ന് പറയുന്ന അത്രയും ശക്തിയാണ്. നിങ്ങൾ എല്ലാവരും രണ്ടു നേരം മജ്ലിസ് കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും കൂട്ടമായിട്ട് വളരെ സന്തോഷത്തോടു കൂടെ ഒരു തക്ബീർ ചൊല്ലിക്കാണി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ യതീമക്കളിൽ നിന്നും അവരിൽ നിന്ന് ഈ സ്വർണ്ണമോദം അല്ലാഹു സ്വീകരിക്കട്ടെ. ആ യതീമങ്ങാനും കരഞ്ഞുകൊണ്ട് സുബഹി സമയത്ത് കൈയുയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമാ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. സലാത്തുൽ ഫാത്തിഹയുടെ ഫദ്ലാണ്. സാധാരണ സലാത്തല്ലത്. സാധാരണ സ്ഥലത്തിലെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നീണ്ട സലാത്താണ്, വളരെ മഹത്വമുള്ള സലാത്താണ്. അങ്ങനെ ഈ ഉമ്മ ഒരുപാട് വിഷമായിട്ട് അഥവാ രോഗം അസുഖമായിട്ട് തീരെ ഉറക്കൊന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ടി ഉണ്ടായിരുന്ന സമയത്ത് തങ്ങളുപ്പാനടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കൊന്നും തീരെ ഇല്ല എന്നുള്ള വിഷമം പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അതൊന്നും വിശേഷണ ഒരു കുഴപ്പം ഉണ്ടാവില്ല, അതൊന്നും ഇനി ഉണ്ടാവില്ല, റാഹത്താവും എന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ എല്ലാം ഉറങ്ങുന്നുണ്ട്, റാഹത്താണ്. ഒരു വർഷമായി തങ്ങളെ കണ്ടിട്ട്, പക്ഷേ വരാത്ത സാഹചര്യം ആങ്ങളുടെ മരിപ്പ് കാരണം ഫതിൽ വന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ അവരിപ്പോ ഫതിൽ പറയാനായിട്ട് മാത്രം വന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഫതിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് പറയണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി അവർക്ക് അങ്ങനത്തെ രോഗം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. നല്ല ഉറക്കും നല്ല സമാധാനം നല്ല സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകുമാറാവട്ടെ. അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു നമുക്കും ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളായി വന്നവർ അവർക്കും ഫതിൽ പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. തങ്ങളിപ്പോ ചെയ്യുന്നതിലും പറയുന്നതിലും കൊടുക്കുന്നതിലും ഓതുന്ന എല്ലാറ്റിലും അള്ളാഹു പുണ്യം നൽകുമാറാവട്ടെ. അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അതാണ് അവിടുത്തെ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലുള്ള ഫതില്. നാവിന്റെ അസറാണ്, ഇനി ഒന്നും ഉണ്ടാവില്ല. ഉമ്മ സന്തോഷത്തോടുകൂടെ ഫതില് പറയാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു ഹൈറാക്കട്ടെ. എല്ലാവരും കൂട്ടമായിട്ടൊരു തക്ബീർ ചൊല്ലിക്കാണ് അവരുടെ സന്തോഷത്തിലേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു സലാമത്താക്കി കൊടുത്തതുപോലെ ഞങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു സലാമത്താക്കി തരട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റൊരുത്തന്റെ കാലി പിടിച്ച് പോകേണ്ട ഒരു പ്രയാസം ഞങ്ങൾക്ക് നീ വരുത്തല്ല തമ്പുരാനെ. എല്ലാം ഇതുകൊണ്ട് നീ റാഹത്താക്കി തരണേ അല്ലാഹ്. സലാത്തുൽ ഫാത്തിഹയുടെ മജ്ലിസിൽ രണ്ടു നേരം ഇരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.